ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഒരു മീൻ അച്ചാറാണ് കേട്ടോ. ചൂര മീൻ അച്ചാറാണ്. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് ചൂരമീൻ കട്ട് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനായി ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ കഴുകി എല്ലാം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ വിരവി വയ്ക്കാം. അത് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഉപ്പ് പൊടി എല്ലാം പാകത്തിനിട്ടാൽ മതി, ഒരുപാടാവരുത്. മുളക് പൊടി ഇപ്പോൾ ഒരു സ്പൂൺ ഇടുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കുറച്ചിട്ടാൽ മതി, ഒരുപാട് വേണ്ട. ഒരുപാടായാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് പുരട്ടി വയ്ക്കാം. ഇനി ഇത് ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ എടുക്കാം. അതിനായി വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി വേണം. കുറച്ച് മീനായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇതിങ്ങനെ തോടെല്ലാം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ മുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഇഞ്ചി അരിഞ്ഞെടുക്കാം. ഞാൻ വൃത്തിയാക്കിയിട്ട് വരാം. പിന്നെ കൂട്ടുകാരെ, ഞാനിത് നേരത്തെ വെള്ളത്തിയിട്ട് വച്ചതാണ്. അതിനായി ഒരു കുടം വെളുത്തുള്ളി, നമുക്ക് കുടംപുളി എന്ന് പറയും, ആ പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് അലിഞ്ഞു വരണം. ഇപ്പോൾ കുടംപുളി എന്ന് പറയും, പിണംപുളി എന്നും പറയാറുണ്ട്. ചിലയിടത്ത് പിണംപുളി എന്ന് പറയാറുണ്ട്, ചിലയിടത്ത് കുടംപുളി എന്നും പറയാറുണ്ട്. അപ്പോൾ ഏതായാലും ആ പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുളിയാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. അതിനായി ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, നീളാൻ. എന്നിട്ട് എങ്ങനെ വേണമെങ്കിലും അരിയാം. ഈ മുളക് കട്ട് ചെയ്തെടുത്തു. ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ നല്ല ചെറുതായിട്ടില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ഇതെല്ലാം മൂത്ത് വരും. നല്ല മൂക്കുമ്പോൾ അത് ഇതായിക്കോളും. പിന്നെ ഒരു ഒത്ത് കരിയേപ്പിലയും വേണം. അപ്പോൾ ഇതിനി നമുക്കിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനിനെ നമുക്കൊന്ന് വറുത്ത് പോരാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇനി ഒന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക എല്ലാവരും. വെളിച്ചെണ്ണയിൽ വെച്ചാൽ അച്ചാർ നല്ല ടേസ്റ്റ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയിൽ തന്നെ എടുക്കുന്നത്. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനായി കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. മീൻ കോരി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. നല്ല മൂക്കണം കേട്ടോ. നല്ല മൂത്താൽ മാത്രമേ അച്ചാർ രുചിയുണ്ടാവൂ. ഒരെണ്ണം വലിയ പീസായിട്ട്. ഇത് ഒരു പരം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. മറിക്കാനൊന്നും പറ്റില്ല, എന്നാലും നല്ല മൂക്കണം കേട്ടോ. നല്ല മൂത്താലേ അച്ചാർ ഇരിക്കുള്ളൂ. ഇതിപ്പോൾ ഇരിക്കാനൊന്നും കാണില്ല, കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതനുസരിച്ച് എല്ലാ സാധനവും കൂട്ടിയെടുത്തുകൊള്ളുക. ഞാൻ കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ അതനുസരിച്ചാണ് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങളെല്ലാം എടുക്കാൻ. പിന്നെ ഇതിന് പാകത്തിന് ഉപ്പ് ഇട്ടാൽ മതി. കണ്ടോ,
നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി വയ്ക്കാം. അതിനായി നമുക്ക് ഇത് കോരിയെടുക്കാം. മൊത്തം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കടുകും ഇട്ട് ഇനി നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേറെ എണ്ണ എടുക്കേണ്ടതില്ല. നമുക്ക് ഇത് അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് ആ എണ്ണ തന്നെ മതിയാവും. അതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ കൂടിപ്പോയോ എന്നറിയില്ല കേട്ടോ. എണ്ണ വേണ്ടായിരുന്നു. മൂത്ത് വരുമ്പോൾ ചിലപ്പോൾ എണ്ണ പിടിക്കും. എണ്ണ വേണ്ടാത്തവരൊക്കെ ഒന്ന് എണ്ണ കുറച്ചോളുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. വെള്ളത്തിയിട്ട പുളിയുണ്ടോ? പുളിയെല്ലാം കൊന്നു വന്നിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പുളിവെള്ളം കൂടെ നന്നായിട്ടൊന്ന് കോന്ന് വന്നിട്ട് നമ്മൾ കണക്കിനേ ഇടാവുള്ളൂ. പുളി നമ്മൾ അതനുസരിച്ച് ഇടാവുള്ളൂ. ഇപ്പോൾ കുറച്ച് മീനാണെങ്കിൽ കുറച്ച് പുളി മതി. കൂടുതൽ മീനുണ്ടെങ്കിൽ അതനുസരിച്ച് പുളി ഇടണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചുളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചുളയും കുറച്ചും കൂടെ ഉണ്ട്. ഇതിവിടെ മൂത്ത് വരുന്നുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവും രുചിയുമാണ് കേട്ടോ. മണം വരും. ഇപ്പോൾ നല്ലൊരു മണവും രുചിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയൊക്കെ മൂത്ത് നല്ല ഫ്ലെയിം ഒന്ന് താത്ത് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പുളിവെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ പുളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വെന്ത് ആ പുളിയെല്ലാം അതിലേക്ക് പിടിച്ചിറങ്ങുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഇനി ഈ മീനും കൂടെ നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം. ഉണ്ടോ? ഇനി അധികം വേവേണ്ട കാര്യമില്ല. ഒന്ന് വറ്റുമ്പോൾ ഇനി എടുക്കുക. ഒരുപാട് വറ്റിക്കരുത്. ഇത് ഇരുന്ന് വറ്റുന്നതാണ് കേട്ടോ. ഈ മീനിലൊക്കെ പിടിച്ച് വരികയും പുളിവെള്ളം. പിന്നെ ഉപ്പ് കറക്റ്റാണോ നോക്കണം. പുളി നമുക്കതിൽ വെന്തിറങ്ങിക്കോളും. കണ്ടോ? ഇവിടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. കണ്ടോ?
മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടാറ്റാ, ബൈ ബൈ.